സാറേ, പഠിക്കാൻ പഴയതുപോലെ വലിയ മൂടൊന്നുമില്ല. എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. ഒരു സന്തോഷത്തോടു കൂടിയൊന്നല്ല ഇതൊക്കെ ചെയ്യുന്നത്. എന്താണ്, ഒരു റൂമിന്റെ അകത്ത് നിന്ന് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് പിറുപിറുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മക്കളെ, ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ആവശ്യം നമ്മുടേതാണ് എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയ ആ സന്തോഷത്തെ നമുക്ക് തിരികെ കൊണ്ടുവരണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ സന്തോഷത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ആരാണ് സന്തോഷം കൊണ്ടുവരുന്നത്? ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ ഡോപ്പമിനാണ്. ഡോപ്പമിന്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് നമ്മളിൽ സന്തോഷം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഈ ഡോപ്പമിനെ കൊണ്ടുവന്ന് സന്തോഷം നിറയ്ക്കുക, അതുവഴി നമ്മുടെ ജീവിതം വിജയിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. മക്കളെ, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഏത് കാര്യമാണോ ചെയ്യുന്നത്, അപ്പൊ പഠനമാണെങ്കിൽ ആ പഠനത്തിനോട് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുക. രണ്ടാമതായിട്ട് പുതിയ രീതികൾ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കുക, അല്ല സാറേ, ഒരു സബ്ജക്റ്റിനോട് എങ്ങനെയാണ് ഇപ്പൊ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. മക്കളെ, ആദ്യം പറയാനുള്ളത് നിങ്ങൾ ആ സബ്ജക്റ്റുമായിട്ട് ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏത് ദിവസം പഠിക്കുന്നു ആ ദിവസം തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഏത് സമയം പഠിക്കുന്നു അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഏത് സബ്ജക്ട് പഠിച്ചാലും ശരി, ആ സബ്ജക്റ്റിനോട് നമ്മൾ ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ്. ഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മോട്ടിവേറ്റും ആവും. രണ്ടാമതായിട്ട് പുതിയ രീതികൾ അവലംബിക്കുക എന്നുള്ളതാണ്. പഠനത്തിന് നമ്മൾ സാധാരണയായിട്ട് പരമ്പരാഗതമായ രീതികൾ വായിച്ചു പഠിക്കുക. അങ്ങനെ പഠിക്കാതെ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യുക, ഫാക്റ്റുകൾ ഒരിക്കലും ബ്രെയിൻ ഇഷ്ടപ്പെടുന്നില്ല. പകരം എന്തെങ്കിലും കഥകളായിട്ടോ അല്ലെങ്കിൽ കവിതകളായിട്ടോ പാട്ടുകളായിട്ടോ നമ്മളിലേക്ക് അതിനെ കൊണ്ടുവരിക. ഈ രണ്ട് കാര്യം ചെയ്യുമ്പോൾ പഠനം ഒരു അനുഭവമായിട്ട് മാറുകയാണ്. അതിലൂടെ നിങ്ങളിലേക്ക് സന്തോഷം വരും. ഓർക്കുക, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, സന്തോഷത്തിലൂടെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മനോഭാവത്തിലേക്ക് നിങ്ങളുടെ പഠനത്തെ കൊണ്ടുവരിക. എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് ബൈ.